വർഷമായി. എല്ലാ വർഷവും അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ തോല് പോയി ഉരുളക്കിഴങ്ങ മട്ടറുവാന്ന് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് നല്ലോണം വേവിച്ച് വെച്ചതാണ് ഉരുളക്കിഴങ്ങ് എല്ലാം. അതിന് വേണ്ടുന്ന പച്ചമുളക്, തക്കാളി, ഉള്ളി, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ സോസ്, പിന്നെ പുളിവെള്ളം അവർ പുളിവെള്ളം അവർ കട്ടാപ്പാഞ്ഞി എന്ന് പറയും. അപ്പോൾ നമ്മൾ പുളിവെള്ളത്തിന് അവർ കട്ടാപ്പാഞ്ഞി എന്ന് പറയും. വേറൊരു സാധനമുണ്ട്, ഈ ചോളത്തിൻ്റെ പപ്പടം പോലത്തെ അതും കൂടെ ഇല്ല. രണ്ടാം കടയിലേക്കും ഉണ്ടാവും. അത്യാവശ്യം നമ്മൾ ഇടാൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ള സാധനം കൊണ്ട് നമ്മൾ നോക്കി ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായി നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഉടച്ച് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഉടച്ച് നല്ല ഉടച്ച് നല്ല അടിപൊളിയായിട്ട് കൊടുത്ത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഗ്രീൻ പീസ് എല്ലാം ഒന്ന് അതും കൂടി എടുത്ത് ഇതിനൊപ്പം ജോയിൻ്റ് ആക്കി ഇടാം. അതും നല്ല അടിപൊളിയായി കുഴച്ചെടുക്കാം. നല്ല ഇതിൻ്റെ കൂടെ മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഈ ബിരിയാണി കളർ ഉണ്ടല്ലോ, ഈ മഞ്ഞൾ ഇട്ടാൽ ഇത് കളർ ഉണ്ടാവില്ല. അപ്പോൾ ആ കളറിൻ്റെ വെള്ളം കുറച്ച് ഇതാക്കിയിട്ട് കളറായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല കളർ കിട്ടി അടിപൊളി കളർ വേണ്ട, നല്ലൊരു കളറായിട്ട് ഭംഗിയായി കളറായി വന്നു. നന്നായി ഒന്ന് ഇത് മഞ്ഞയായിട്ടാണ് കിട്ടി. ഇനി ഇതിൻ്റെ റെഡാന്ന് വേണ്ടത്, ചുവപ്പാന്ന് വേണ്ടത്. പക്ഷെ ചുവപ്പില്ല, അതുകൊണ്ട് ഞാൻ മഞ്ഞ എടുത്ത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ചുവപ്പ് കളറാണ് വേണ്ടത്. ചുവപ്പ് കളറും കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ കളറ് ചുവപ്പാണ് വേണ്ടത്. ഇത് മഞ്ഞയാണ്. അപ്പോൾ എല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ച് ഇനി അടുത്ത് നമുക്ക് നോക്കാം. ചെറുങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട്.
ശേഷം ഇനി നമുക്ക് പച്ചമുളക് നല്ല ചെറുതായി നല്ല അടിപൊളിയായി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. അതെ, ചെറുതായിട്ട് വളരെ നല്ല കഴുകി അടിപൊളിയായിട്ട് വെച്ചതാണ്. വളരെ ചെറുങ്ങനെ മുറിച്ച് കൊടുക്കണം. ഇതിന് ഒരു ഉള്ളിനെ നമ്മളിങ്ങനെ റൗണ്ട് പോലെയായിട്ട് മുറിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ല റൗണ്ടായിട്ടോ അല്ലെ പകുതി റൗണ്ടായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ മുറിക്കുക. ഇതിന് മുല്ലങ്കി ഉണ്ടെങ്കിൽ മുല്ലങ്കീൻ്റെ കിഴങ്ങില്ലേ, ആ കിഴങ്ങുണ്ടെങ്കിൽ അത്രയും നല്ല. കിഴങ്ങിൻ്റെ സീസൺ അല്ല, അതുകൊണ്ട് ഇങ്ങനെയാണ് ഇത് വെച്ചിട്ടാണ് അവനെ കാണിക്കുന്നത്. അതുണ്ടെങ്കിൽ അതും വെച്ച് കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ തക്കാളി നല്ല റൗണ്ടായിട്ട് മുറിക്കുക. അതെ, തക്കാളി ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ തക്കാളി പുറമേ ഒന്നും കാണാനൊന്നുമില്ല, പക്ഷേ എങ്കിൽ തക്കാളിൻ്റെ അകത്ത് വലിയ ഒരു ചെറിയ ചെറിയ കൊക്കപ്പുഴ പോലത്തെ തക്കാളി ഇപ്പോൾ ശ്രദ്ധിക്കണം. ഇന്നും നമ്മൾ കറി വെക്കാൻ മുറിച്ചേരം എന്താ പുറമേ ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ 3 തക്കാളി എടുത്താലും 3 തക്കാളിയിലും അതേ ഒരേ പുഴു വെള്ള. ഇതിലുണ്ട് ഉണ്ടാ, ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പുഴു നമ്മൾ കാണൂലെന്ന്. ഇത് കണ്ടോ, ഈ പുഴു കണ്ടോ, ഈ പുഴു പുറമേ ഒന്നും കാണാനില്ല, ഇതിൻ്റെ അകത്ത് പുഴു. അതുകൊണ്ട് എല്ലാവരും തക്കാളി എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. പുഴു ഞാൻ പ്രത്യേകം കാണിച്ചു തരാം. പുറമേ ഒന്നും കാണുന്നില്ല, പക്ഷെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പുഴു ഒന്നൊന്നല്ല കുറേ വരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അതിൽ പോവില്ല. കാണുന്നുണ്ടോ? അപ്പം വളരെ ശ്രദ്ധിക്കുക. തക്കാളി നമ്മൾ പുറമേ ഒന്നും കാണുന്നില്ല. എല്ലാവരും പറയില്ല പുറമേ സുന്ദരമായിരിക്കും, പക്ഷെ മനസ്സ് കെട്ടതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതും ഉള്ളത്. അപ്പോൾ അടുത്ത തക്കാളി ആയിട്ട് വരാം. ഇത് നോക്കാം, ഇതും പുറമേ ഒന്നുമില്ല. ഇതങ്ങ് നന്നായി. ഇന്ന് ഒരുപാട് 3-4 തക്കാളി പോയി. ഇതുപോലെ തന്നെ കറി വെക്കാൻ എടുത്തരും. ഇതിലൊന്നുമില്ല. ഇത് നല്ല അടിപൊളിയാണ്, കാണുന്നത് കുഴപ്പമില്ല. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലേ, ഇത് കടയിൽ നിന്നെല്ലാണെങ്കിൽ ഇത് അങ്ങനെ അങ്ങ് മുറിച്ചിടും. ആ വലിയ ആ കൊക്ക പുഴു പോലത്തെ നമ്മളെ വയറ്റിലേക്ക് പോവും. ഇങ്ങനെയെല്ലാം ഉണ്ട കുട്ടിയൊക്കെല്ലാം നമ്മളെ വീട്ടിൽ വലിയക്കായാലും കുട്ടിയൊക്കെയായാലും തിന്നാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. എന്നാൽ നമുക്ക് നല്ല വൃത്തിയിലോ ആയിട്ട് കഴിച്ചുകൊണ്ട് നിൽക്കുക. അസുഖവും വരില്ല, ഒന്നും വരില്ല. നമ്മളെ വീട്ടിൽ കഴിയുന്നത്ര നമ്മൾ പാചകം ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ നോക്കുക. ഇതിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് അങ്ങനെ വെച്ചു. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ഇനി മല്ലിച്ചപ്പ്. ഇതുപോലെ തന്നെ മല്ലിച്ചപ്പും ചെറുതായി നല്ല അടിപൊളിയായി ചെറുതായി കട്ടാക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള തക്കാളി, പക്ഷെ അത് മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴു, 1-4 പുഴു. അപ്പോൾ അതുപോലെ തന്നെ ചില മനുഷ്യന്മാരും അങ്ങനെയാണ്, പുറമെ കൂട്ടും സൂട്ടും കാറെല്ലാം പോകും വിചാരിക്കും ഭയങ്കര മാന്യന്മാരാണ്. പക്ഷേങ്കിൽ മനസ്സ് കെട്ടതായിരിക്കും, ദുഷ്ടചിന്തകളായിരിക്കും. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും. കുറേ കാണുന്നുണ്ടല്ലോ, മറ്റുള്ള കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ നടക്കുന്ന കുറേ മാന്യന്മാരുണ്ട്.
അപ്പം എല്ലാം നമ്മുടെ അഭിപ്രായത്തിൽ ആർക്കും നല്ല ചെയ്യാൻ പറ്റൂലെങ്കിൽ ആർക്കും നമ്മൾ ദോഷം ചെയ്യാണ്ട് നിൽക്കുക. പിന്നെ ദോഷം ചെയ്യാണ്ട് അത്രയേ ഉള്ളൂ. പിന്നെ ബാധ്യതകളും കടങ്ങളും എല്ലാവർക്കും ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അത് കൊടുക്കാണ്ട് നിന്നാൽ അതിന് പ്രശ്നം ഉണ്ടാവും. നമ്മൾ കൊടുക്കൂലെന്നോ കൊടുക്കൂലാവെന്നൊന്നും പറഞ്ഞില്ല, നമ്മൾ കൊടുക്കണ്ടൊക്കെ കൊടുക്കും. ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലെ അപ്പം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അപ്പം നമ്മളിത് ആ ഉരുളക്കിഴങ്ങിൽ ഇങ്ങനെ അടിപൊളിയായി നല്ല ഇതിൽ വെച്ച്, ഇത് ചുവപ്പ് കളറാണ് വേണ്ടത്, പക്ഷേ ചുവപ്പ് എൻ്റെ അടുത്ത് കളറില്ല, അതുകൊണ്ട് ഞാൻ മഞ്ഞ കളറിട്ടിൽ അഡ്ജസ്റ്റാക്കി. അപ്പം ചാട്ട് ഉണ്ടാക്കുമ്പോൾ ചുവന്ന കളറാണ് വേണ്ടത്. നല്ല സ്റ്റൈലാക്കി നല്ല അടിപൊളിയാക്കിയിട്ട് അടിപൊളിയായി നല്ല സ്റ്റൈലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ അത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങല്ലേ ഷോപ്പിലെല്ലാം ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർ നല്ല റൗണ്ടായി കാണുന്നു, നല്ല രസമായി കാണാൻ. ഇനി ഇത് നമുക്ക് ചെറിയ ഒരു ഇതിൽ ചൂടിൽ വെച്ചിട്ട് നമുക്കിൽ രസമാക്കിയിട്ട്, രസം പുളിവെള്ളം എന്ന് പറയും, രസമല്ല പുളിവെള്ളം. അപ്പം അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കാം. ഇതാക്കി പുളിവെള്ളമാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ വെളുത്തുള്ളി, നമ്മളതിൽ വെളുത്തുള്ളി ഇതാക്കി നമ്മളിതിൽ ആക്കിയിട്ട് അപ്പോൾ പുളിവെള്ളം ഇതാക്കി അതൊന്ന് തിളക്കട്ടെ. അല്ലേ ഞാൻ അപ്പത്തേക്ക് ഷർട്ട് പൊട്ടിക്കുന്നു. കുറച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഉള്ളി വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക്, പിന്നെ ഗ്രീൻ പീസ് അതെല്ലാം ഇതിലിട്ട് പോയി കുറച്ച് അതും എടുത്ത് നമുക്ക് ഇത് മല്ലിച്ചപ്പ്, ഇനി നമുക്ക് തക്കാളി വെച്ചത്. അതെ, അടിപൊളിയായി. അങ്ങനെ ബാക്കി ഒരു 2-3 തക്കാളി, 2-3 കുഞ്ഞി കഷ്ണം ഈ റൗണ്ടിൽ തന്നെ ബാക്കി, അത് ചെറുതാണല്ലോ, അപ്പോൾ അതിങ്ങനെ മുറിച്ച് കൊടുത്ത് അങ്ങനെ മുറിച്ച് കൊടുത്ത് അതായി. അപ്പോൾ അത് ഇതിങ്ങനെ ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ട് എന്നാലേ രസമുണ്ടാവും. കളർ നല്ല അടിപൊളിയായി ചാട്ട് അങ്ങനെ ഇതായി. ചാട്ട് മസാല ഇതിൻ്റെ മേലെ ഇങ്ങനെ വെതറി ഇതിനകത്ത് കുറച്ച് മതി, അധികം വേണ്ട, കുറച്ച് ചാട്ട് മസാല എന്ന് പറയും. നല്ലോണം ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് തിന്നേണ്ട കാര്യം ഏതാണ്ട നല്ല അടിപൊളിയായിട്ട് ഒന്ന് സമൂസ പൊടിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു പാപ്പിടി മിക്സ്ചർ ഒരു ഇത് വരുന്നുണ്ട്, ചോളത്തിൻ്റെ പപ്പടം, ആ പപ്പടവും കൂടി ഇത് നമ്മൾ ഇതെടുക്കുന്ന സമയത്ത് അതും ഇതിനകത്ത് പൊടിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് അതിന് ഇത് തിളക്കട്ടെ, നമുക്ക് കാണാം. സോസ് ഒഴിച്ച് നല്ല മധുരവും പുളിയും എരിവെല്ലായിട്ട് നല്ല അടിപൊളിയായിട്ട് വേണം. അത് പച്ച കൊണ്ട് വരുന്നുണ്ട്, പതക്കട്ടെ.
ടേസ്റ്റി നമക്ക് മാറി. അപ്പം ഇത് നല്ല പതച്ച് ഇനി നമുക്ക് സർവ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സമൂസ ഉണ്ടെങ്കിൽ നമ്മൾ സമൂസ ഇതിൽ നല്ല പൊടിച്ച് ഇങ്ങനെ ഇടുക. അപ്പോൾ സമൂസ ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ തന്നെ എടുക്കുക, പതച്ച് തന്നെ എടുക്കുക. ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ എടുത്ത് കൊടുത്താൽ മതി. ഇത് ഓഫാക്കി വെക്കാം. നേരിയ പാത്രമാണ്. അപ്പം സമൂസ ഉണ്ടെങ്കിൽ സമൂസ കഴിഞ്ഞു അല്ലേ പണി? പണി കഴിഞ്ഞു. പണി കഴിഞ്ഞു. അത്രയേ പണിയുള്ളൂ, അധികം പണിയൊന്നുമില്ല. ഇതിന് വേഗമാകുന്നത് ഇതിനാന്ന് പറയുക കട്ട മിട്ട ചാട്ട് പറയും. അപ്പോൾ ഇത് അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് പിന്നെ നമ്മൾ ജീരക പൗഡർ വറുത്ത് പൊടിച്ച ജീരക പൗഡർ വിതറി. അതിന് ശേഷം മല്ലിയില്ലേ, മുഴുവൻ മല്ലി നമ്മൾ പൊടിച്ച് വെച്ചത് അതിങ്ങനെ വിതറി. അതിന് ശേഷം നമ്മൾ സാധാരണ ഉപ്പിങ്ങനെ വിതറി. അതിന് ശേഷം ടേസ്റ്റി ഉപ്പ് അതിങ്ങനെ ഇതാക്കി അതും വിതറി കൊടുത്ത് കുറച്ച് നല്ല ഉള്ളി മുളകും ഇനി അതിൻ്റെ മേലെ നമുക്ക് ഇങ്ങനെ മുളക് പൊടി ഇത്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ ഒഴിക്കും. പിന്നെ ഇതിൻ്റെ മേലെ പുളിവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. പുളിവെള്ളം കൂടാണ്ട് നമ്മൾ മധുരം ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം പുളിയും മധുരവും എല്ലായിട്ട് നല്ല സൂപ്പറായി. അങ്ങനെ കഴിച്ചു നോക്കൂ. ഞാൻ ഒരാൾക്ക് കൊടുക്കുക. ഇനി നിങ്ങളെ ഭാഗം അങ്ങോട്ട് തിരിച്ചു വെച്ചോ. കഴിച്ചു നോക്കൂ. കഴിക്കട്ടെ. സൂപ്പർ. ഇനി നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ രണ്ടാളും ഇരുന്ന് കഴിക്കുന്ന വീഡിയോ കാണാം. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മിക്സ്ചർ ഇങ്ങനെ ഇതും വിതറി കൊടുക്കാം. ഇതും ഇങ്ങനെ വിതറി കൊടുക്കാം. പപ്പടം നല്ല മറ്റേ ചോളപ്പപ്പടം ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ കണ്ട. അപ്പോൾ സൂപ്പർ ചാട്ട്. ഇനി നമ്മൾ വേറെയും കൂടി പ്ലേറ്റിൽ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പം നമ്മൾ ചാട്ടെല്ലാം റെഡിയാക്കി. അപ്പം നമ്മൾ കഴിച്ച് നോക്കുക. നല്ല മിക്സ്ചർ എല്ലാം ഉണ്ട്. അപ്പം സൂപ്പറായി. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരവും പുളിയും എരിവും നല്ല ടേസ്റ്റി ഉപ്പും ചാട്ട് മസാലയും എല്ലാം ജീരകപ്പൊടിയും വറുത്ത്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം നമ്മളെ ചോളം പപ്പടം പോലത്തെ ഉണ്ടെങ്കിൽ ആ ചോളം മിക്സ്ചർ അതും കൂടി എല്ലാം നമുക്ക് കയ്യിൽ നിന്ന് മിക്സ്ചർ പോലത്തെ എല്ലാം ഇടാം. നല്ല ടേസ്റ്റാണ്. അപ്പം കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും അല്ലേ. അപ്പം നമ്മളെ കുക്കിംഗ് ഇഷ്ടപ്പെട്ട ആൾക്കാർ എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുക്കിംഗ് തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് ഓരോ ദിവസവും വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.